ഇത് എക്സാം സ്ട്രാറ്റജി എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ പോയിൻ്റാണ്. ഇത് ഞാൻ എൻ്റെ എക്സാമിന് ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പേ ഈ ടൈം നല്ല രീതിക്ക് ആ ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ആളാണ്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ടൈം തികയില്ല. എനിക്ക് ടൈം, അതായത് ഞാനുണ്ടല്ലോ ഭയങ്കര സ്ലോ ആയിട്ട് എഴുതുന്ന ആളാണ്. അതായത് എന്താ പറയുക, ഇപ്പം മലയാളമൊക്കെ ഇങ്ങനെ സ്പീഡിൽ എഴുതി പോകാൻ എനിക്ക് പറ്റില്ല. അത് ഞാനിങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നത്, എനിക്ക് ജെൽ പെൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്പീഡ് കിട്ടും. ബോൾ പെന്ന് ഞാൻ പിടിക്കുന്ന രീതിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞാൽ അത് തെളിയാണ്ടാവും. അങ്ങനത്തെ ബോൾ പെന്നും ഞാൻ ഒട്ടും ചേരാത്ത ആളുകളാണ്. അതിൽ ഇപ്പം ഞാൻ ചില കമ്പനികളിങ്ങനെ ഇത് പെന്നിലുണ്ട്. ഈ ഒരു കമ്പനിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എക്സോ. ഇത് എനിക്ക് വലിയ പ്രശ്നം തരാത്തൊരു കമ്പനിയാണ്. അതായത് ഇതിൽ വെച്ച് എഴുതുമ്പം എനിക്ക് സ്പീഡ് എഴുതാൻ പറ്റാറുണ്ട്. വേറെ അതായത് എൻ്റെ ഫ്രണ്ട്സ് സെയിം പേന വെച്ച് സ്മൂത്തായി എഴുതുമ്പം എൻ്റെ പേന കാണാം. അതായത് എൻ്റെ നോട്ടൊക്കെ ചിലപ്പോൾ കാണാം. ഫസ്റ്റ് പേജൊക്കെ നല്ല തെളിച്ചായിരിക്കും ഇത്. പിന്നെ പോകുമ്പം ആ പേനയുടെ തെളിച്ചിങ്ങനെ പോകും. അതെൻ്റെ ഞാൻ പേന പിടിക്കുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് എനിക്ക് സ്പീഡ് കിട്ടത്തില്ല. ഈ പേന ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് ഭയങ്കര കൈ ഇവിടെ ഇങ്ങനെ വേദനിക്കും. അങ്ങനത്തെ ആ ഒരു പേനയും ഞാൻ തമ്മിലൊരു ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻജിനീയറിങ്ങിനും എൻ്റെ ഒരു പ്രോബ്ലം തന്നെ. പക്ഷെ നമുക്ക് എക്സാമിന് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് എഴുതിയേ പറ്റൂ. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പേന അങ്ങനെയല്ല കേട്ടോ. ഏത് എക്സാമാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, എക്സാമിന് മുമ്പ് കറക്റ്റ് ടൈം പ്ലാൻ ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് +2 എക്സാം എങ്ങനെയാണ് അത് ഞാൻ മറന്നുപോയി. ഇപ്പം ഞാൻ സപ്പോസ് ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ എൻജിനീയറിങ് രീതിയിൽ പറയാം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് 3 മാർക്കിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് 3 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ സ്കൂളിലെ രീതിയിൽ തന്നെ പറയാം. അത് ചെയ്യേണ്ടതാണ്. ഓക്കെ, വൺ സെക്കൻഡ്. ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഏതാണ് എക്സാം സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് പോയിൻ്റ് ടൈം പ്ലാനാണ്. ഫസ്റ്റ് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ വെച്ച് അറിയാമല്ലോ എങ്ങനെ ആയിരിക്കും. 3 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്കിൻ്റെ ഇത്ര ഉണ്ടാവും, 6 മാർക്കിൻ്റെ ഇത്ര ഉണ്ടാവും, 1 വേർഡ് ഉണ്ടാവും. അങ്ങനെ കറക്റ്റ് ടൈം സ്പ്ലിറ്റ് ചെയ്യാം. അത് എക്സാമിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഇത് ക്വസ്റ്റ്യൻ നോക്കി സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. എക്സാമിന് മുമ്പേ കറക്റ്റ് ടൈം സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 4 മാർക്കിന് ഇപ്പം ഞാൻ വെറുതെ ഒരു റൗണ്ട് ഓഫ് പറയുകയാണ്, കറക്റ്റ് ഇതല്ല പറയുന്നത്. 6 മാർക്കിൻ്റെ ഇത് എഴുതാൻ ഞാനൊരു 15 മിനിറ്റ് എടുക്കും. അല്ലെങ്കിൽ ഒരു ഇപ്പം റൗണ്ട് ഓഫ് ഞാൻ വെറുതെ ഇത് കറക്റ്റ് എൻ്റെ ടൈം ഇങ്ങനെ ഞാൻ ചെയ്ത് അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഓർമ്മയില്ല എത്ര മാർക്കിൻ്റെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ സപ്പോസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 2 മാർക്കിന് ഒരു 2 മിനിറ്റ് എടുക്കും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു 5 മിനിറ്റ്, 6 മാർക്കിൻ്റെ 10 മിനിറ്റ് എടുക്കും. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ. എന്നിട്ട് എക്സാമിന് പോയി, അത് ഓൾറെഡി എക്സാമിന് മുമ്പേ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ എത്ര ടൈം എടുക്കും. പിന്നെ വാച്ച് നിർബന്ധമാണ് എക്സാമിന്. ഡിജിറ്റലല്ല ഞാൻ പറയുന്നത്, മറ്റേ സാധാ വാച്ച് നിർബന്ധമാണ്. കാരണം എക്സാമിൽ ചിലപ്പോൾ കുറേ കുട്ടികൾക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്, അവർ നല്ല പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ആ പഠിച്ചത് എഴുതാനുള്ള ടൈം കിട്ടിയില്ല. നിങ്ങൾ കുറേ കേൾക്കുന്ന കാര്യം ടൈം കിട്ടിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ ഇതന്നെ, വാച്ച്. എക്സാമിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ ഞാൻ ഇത്ര ടൈം എടുക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് എക്സാമിന് അത്ര ടൈം അത് ഞാൻ പറയാം. അപ്പം എക്സാമിന് മുമ്പ് നിങ്ങൾ ടൈം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്വസ്റ്റ്യന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത് ആ ഒരു പ്രോപ്പർ പ്ലാൻ വേണം. ഇനി എക്സാമിന് കയറി ഫില്ല് ചെയ്യൽ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ രജിസ്റ്റർ വേറെ എന്തും നമ്മൾ ഇതായാലും രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നോക്കി കറക്റ്റ് ഫില്ല് ചെയ്യുക. ആ കൂൾ ഓഫ് ടൈമിൽ അതൊക്കെ ചെയ്യാം. കൂൾ ഓഫ് ടൈമിൽ ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്, പേപ്പർ നമ്മളെ കയ്യിൽ തരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ സ്കിം ചെയ്യുക പറഞ്ഞാൽ എനിക്ക് ഓരോ വേർഡായിട്ട് റീഡ് ആസ് മച്ച് യു ക്യാൻ അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ വായിച്ചോ, ഇങ്ങനെ ജസ്റ്റ് വായിച്ചോ. അപ്പം നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ല. അങ്ങനെ നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് പോവാം. ഇനി ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്സേയിൽ നിന്ന്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് 1 വേർഡുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ തന്നെ പോകുന്ന ടൈപ്പായിരുന്നു. പക്ഷേ മലയാളം മാത്രം തോന്നുന്നു ഞാൻ ആദ്യം എസ്സേ എഴുതുന്നത്, ബാക്കിയെല്ലാം മറ്റേ 1 2 3 കറക്റ്റ് ഓർഡറിൽ പോകുന്നൊരു ടൈപ്പാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഏതാണോ സൗകര്യം, ആ രീതിയിൽ എസ്സേ ആണ് ഫസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ, അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് എഴുതുന്നതെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റൗണ്ട് ചെയ്തല്ലോ, നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതാൻ നോക്കാം. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക.
നിങ്ങൾ 15 മിനിറ്റാണ് നിങ്ങൾക്ക് ടൈം വെച്ചത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് തീർന്നില്ല. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് അത് തീർത്തിട്ട് ഞാൻ അടുത്തതിൽ പോകുന്ന അങ്ങനത്തെ ഇതിലേ ഇരിക്കരുത്. സ്ഥലം വിടുക. നിങ്ങൾക്കറിയാമല്ലോ ഇനി നിങ്ങൾക്ക് എത്ര വേണം. ആ സ്ഥലം വിടുക. സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങാം. അല്ലാതെ ഇപ്പം ഓക്കെ ഒരു 5 മിനിറ്റും കൂടി ഞാനിത് എഴുതി കഴിയുമെന്നുള്ള രീതിയിലിരിക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. അപ്പം നിങ്ങൾ 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും നിങ്ങളൊരു 3/4 ആയോളൂ. അതായത് ഒരു 4 മാർക്കിൻ്റെ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി എഴുതിയാൽ കറക്റ്റ് 6 മാർക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുക, ഓക്കെ ഇതും കൂടെ അങ്ങ് എഴുതിയിട്ട് അങ്ങനെ നിങ്ങൾ ബാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് എടുത്ത് എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പോയി. അപ്പം അടുത്ത 6 മാർക്കിന് നിങ്ങൾ 15 മിനിറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മറ്റേത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ 10 പോയി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് 5 മിനിറ്റേ ഉള്ളൂ. ആ 5 മിനിറ്റിൽ നിങ്ങൾക്ക് 6 മാർക്കിൽ എത്ര എഴുതാൻ പറ്റും? ചിലപ്പോൾ മാക്സിമം 3 മാർക്കിനുള്ള എഴുതാൻ പറ്റും. അപ്പം ഇവിടുത്തെ എന്താ പറയുക 6 മാർക്ക് കിട്ടി, അവിടെ 3 മാർക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന അതിൽ ഇപ്പം സപ്പോസ് അപ്പം അതിൽ 3 അപ്പം ടോട്ടൽ എത്ര 9 മാർക്കേ ആയുള്ളൂ. ഇപ്പം ഇത് നിങ്ങൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുക. 6 മാർക്കിൻ്റെ നിങ്ങൾ എന്ത് ചെയ്തു എഴുതി നിങ്ങൾ ടൈമിൽ നിങ്ങൾ എഴുതി ഒരു 5 മാർക്കിൻ്റെ നിങ്ങൾ എഴുതിയോളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു സ്ഥലം വിട്ടു അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങി. അപ്പം അതും 5 മാർക്ക് 5 10. അത് നിങ്ങളിപ്പോൾ എങ്ങനെ ലോജിക്ക് നിങ്ങളിതാക്കിയാലും കൂടുതൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ ഈ എല്ലാ ടൈപ്പും ചെയ്ത് നോക്കി മറ്റേ ട്രയൽ ആൻഡ് എറർ എല്ലാം ചെയ്തിട്ട് ഞാൻ ഫൈനലി ഇങ്ങനെ ആക്കിയെടുത്ത ഒരു സ്ട്രാറ്റജി ഇത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് അങ്ങനെയല്ല മറ്റേതാണ് ഓക്കെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക ഓരോ എക്സാമിൽ അത് ട്രൈ ചെയ്ത് അങ്ങനെ ഞാൻ ഫൈനലി റെഡിയാക്കിയെടുത്ത് എൻ്റെ ഒരു എല്ലാ എക്സാമും ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി. അതായത് ബോർഡ് എക്സാം അങ്ങനെയല്ല ഏത് എക്സാമും ഈവൻ ഇപ്പോൾ ഞാൻ എൻ്റെ എഞ്ചിനീയറിങ് ടൈമിൽ ഞാനിപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ 15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതവിടെ നിർത്തി സ്ഥലം വിടും. എന്നിട്ട് അടുത്ത ഞാൻ പറയട്ടെ മിക്ക സമയം എനിക്ക് ലാസ്റ്റ് ടൈം ബാക്കി കിട്ടാറുണ്ട്. അതായത് ഇത് ഫില്ല് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ രീതി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. അതായത് ഇത് എഴുതി നമുക്ക് ഇനി ഇത്രയും കൂടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ടൈം കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടായത് അതിന് ശേഷമാണ് ഞാൻ ഇപ്പം പക്കാ ഫോളോ ചെയ്യുന്ന ഇതാണ്. ഞാൻ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സ്ഥലം വിടും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങും. ഇപ്പോൾ 15 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഞാൻ 15 മിനിറ്റേ കൊടുക്കുകയുള്ളൂ. ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി അത് തന്നെ. നിങ്ങളൊരു ക്വസ്റ്റ്യന് 15 മിനിറ്റാണ് കൊടുത്തെങ്കിൽ ആ 15 മിനിറ്റേ കൊടുക്കാവൂ. പിന്നെ ഇപ്പം അയ്യോ കുറച്ചും കൂടെ ഉള്ള അങ്ങനെ വിചാരിക്കല്. ആ സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. അങ്ങനെ ഓക്കെ അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ഓരോ കറക്റ്റ് നമ്പർ ഇടുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റ് ഇങ്ങനെ ഒരു വര വരയ്ക്കുമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അത്രയും ടൈമില്ല അതൊക്കെ ഞാനിങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇത്. അതൊക്കെ ഒരു നമ്മൾ ആ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ സ്ട്രാറ്റജിയാണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കും ഒരു വര വരയ്ക്കാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിയുമല്ലോ. എഴുതി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്കിടുക. ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾക്ക് എനിക്ക് ചില ഇതുണ്ട്. ഞാൻ എന്തെന്ന് അറിയോ എക്സാമിന് മുമ്പ് ചില സമയം ഇങ്ങനെ വായിച്ചിങ്ങനെ ഓർത്ത് വെക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും നമുക്ക് ആ ഒരു ബുക്ക്ലെറ്റ് കിട്ടില്ല. ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ വേഗം ഞാൻ ബാക്കിൽ എന്ത് ചെയ്യും ഞാൻ ആ വായിച്ച ഓർമ്മയിൽ അതിങ്ങനെ എഴുതി വെക്കും. അതായത് ചില സംഭവം എനിക്കിങ്ങനെ മറന്നു പോകാറുണ്ട്. അതായത് ഞാൻ എത്ര നോക്കിയാലും ആ ഒരു ഇത് കിട്ടത്തില്ല, കൺഫ്യൂഷൻ വരാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നത് എക്സാമിന് കയറുന്നതിന് കുറച്ച് മുമ്പ് എന്ത് ചെയ്യും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വെക്കും. എക്സാമിന് കയറി ബുക്ക്ലെറ്റ് കൈ കിട്ടി ഞാൻ ലാസ്റ്റ് പേജിൽ എന്ത് ചെയ്യും ഇതൊക്കെ എഴുതി വെക്കും. അപ്പം അതായത് ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കുന്നതിന് മുമ്പേ എൻ്റെ ആ തലയിലുള്ളത് അങ്ങനെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വരുമ്പോൾ ആ ഒരു പോർഷൻ എത്തുമ്പോൾ നമുക്കിത് സംഭവം മറന്നു പോയിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ആ സ്ട്രാറ്റജി ചെയ്യുന്നത്. അതും പറഞ്ഞിട്ട് മറ്റേ നേരത്തെ എഴുതി കൊണ്ടുവെക്കണം. അതായത് തുണ്ട് വെക്കല അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ആലോചിച്ച് എഴുതി വെക്കൽ, തുണ്ട് വെക്കൽ അത് വേണ്ട. ഇനി ഓക്കെ അപ്പം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ടിക്കിടാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ടിക്കിടുക. അങ്ങനെ നമ്മൾ റൗണ്ട് ഇട്ടത് ഉണ്ടല്ലോ അത് ഫുൾ എഴുതാം. അതിൻ്റെ ഗുണം ഇപ്പോൾ ഒരു ടീച്ചർ പേപ്പർ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി എല്ലാം കറക്റ്റ് അങ്ങനെ നല്ല നല്ല രീതിയിൽ ടിക്കറ്റ് പോകുമ്പോൾ ലാസ്റ്റ് പേജിലൊക്കെ വരുമ്പോൾ അതായത് നമുക്കറിയാം എന്നാൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതായിരിക്കുമല്ലോ നമ്മൾ ലാസ്റ്റ് എഴുതി വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അപ്പോൾ ആ ടീച്ചർ നോക്കുമ്പോൾ ഈ കുട്ടി ഇത്ര എഴുതിയല്ലോ ഇത് ചെറിയൊരു ഭാഗം വരെ അത് പോട്ടെ അങ്ങനത്തെ രീതിയിൽ ഇടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. കാരണം
എനിക്ക് അതറിയാം. കാരണം എൻ്റെ ചില ഇതിലൊക്കെ അങ്ങനെ കുറച്ച് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് നല്ല മാർക്ക് ആ സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, ചില ടീച്ചർ, അതായത് നിങ്ങൾ വിചാരിക്കേണ്ട അത്രയും കണ്ണീശോരില്ലാത്തവരാണ് ടീച്ചേഴ്സ് ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ അത്രയും അവർക്ക് തന്നെ ഒരു പാവം തോന്നാക്കി, ഈ കുട്ടി ഇത്രയും എഴുതിയല്ല, ആ ഒരു കുഞ്ഞു ഭാഗമല്ല, അതങ്ങ് നമുക്കൊന്ന് ഇതാക്കാം. അങ്ങനെ നല്ല നല്ല മനസ്സുള്ള ടീച്ചേഴ്സാണ്. ഞാനിപ്പം നമ്മളുടെ സ്റ്റേറ്റ് മാത്രമല്ല, ഏതൊരു നല്ല മനസ്സുള്ള ടീച്ചേഴ്സ്, സത്യം പറയാം നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പം ആദ്യം നിങ്ങൾ ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എഴുതുന്നതിൻ്റെ ഗുണം ഇതാ, ആ നോക്കുന്ന ടീച്ചേഴ്സിനൊരിത് വരും. ഓക്കെ, ഈ കുട്ടി അത്യാവശ്യം അറിയാം, ഇതിന് നല്ല അറിയാമെന്നുള്ള ആ ഒരു വിശ്വാസം ടീച്ചേഴ്സിന് വരും. അപ്പം നമുക്ക് അത്ര അത് അറിയാമെന്നാലും ചെറിയൊരു സംശയമുള്ളത് ലാസ്റ്റ് എഴുതി വെച്ചാലും ഇവരിങ്ങനെ നോക്കി വരുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഓക്കെ, മറ്റേത് കുറച്ചല്ലേ പാവം, ആ ഒരു രീതിയിൽ ഇതാക്കണം. അതെ, ഞാൻ എൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുൾ എക്സാം കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ടൈം പ്ലാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനം കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി നോക്കണം. അതായത് ഇപ്പം നിങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായി. ഇപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം നിങ്ങൾ മാറ്റി വെക്കും. എന്നിട്ട് അവസാനം ഒരു 5-10 മിനിറ്റ് ഫ്രീ ആക്കി വെക്കണം. അതിൻ്റെ റീസൺ, നമ്മൾക്ക് ഉറപ്പാണ് ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലാസ്റ്റ് എക്സ്ട്രാ വെച്ച ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾ കഴിയുമത് എഴുതി തീർക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 15 മിനിറ്റ് കൊടുത്തു, 6 മാർക്കിൻ്റെ. അടുത്ത 6 മാർക്കിൻ്റെ എല്ലാത്തിനും 15 മിനിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം വേണ്ടി വരുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ 15 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്താം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് നിങ്ങൾ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ 15 മിനിറ്റിന് എഴുതാനുള്ളതില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലാവിഷായി 15 മിനിറ്റ് എഴുതണമെന്നില്ല. ഇപ്പോൾ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് എഴുതാൻ പറ്റുവാണെങ്കിൽ എത്രയും സ്പീഡ്, ഇപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് കൊടുത്തെന്ന് വിചാരിച്ച് ആ 15 മിനിറ്റും ഇരുന്ന് എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്. എത്ര സ്പീഡിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ തീർക്കാൻ നോക്കണം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ ഒരു ഇപ്പോൾ 15 മിനിറ്റുള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 10 മിനിറ്റ് എഴുതി കഴിഞ്ഞാൽ ആ 5 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ കിട്ടി. അതെന്ത് ചെയ്യാം, ഈ നിങ്ങൾ കുറേ സ്പേസ് വിട്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഫ്രീ കിട്ടിയ സമയം നിങ്ങൾക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇത്ര ടൈം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫുൾ ടൈം ഇരുന്ന് എഴുതണമെന്നല്ല, എത്രയും പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എഴുതി തീർക്കുക. ലാസ്റ്റ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ, നിങ്ങളിപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എഴുതാൻ ബാക്കി വിട്ടിട്ടുണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റൗണ്ടും കൂടെ ഇടാം. അത് ഞാൻ ബാക്കി അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനലി നിങ്ങൾ എല്ലാ ആൻസർ എഴുതി കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡബിൾ റൗണ്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം അതിനർത്ഥം എന്താ, അവിടെ നിങ്ങൾക്ക് ഇനി എഴുതാനുണ്ട്. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാമല്ലോ കുറേ പേപ്പർ ഉണ്ട്, എല്ലാം കൂടെ മറിച്ച് വരുമ്പോഴത്തേക്ക് ഇത് എവിടെ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഈ ഡബിൾ റൗണ്ട് ഇട്ട് വെക്കാൻ പറയുന്നത്. അങ്ങനെ ആ എക്സ്ട്രാ ഉള്ള ടൈമിൽ അതെല്ലാം തീർക്കുക. ഇപ്പം നിങ്ങൾ ഫുൾ ഇത് കഴിഞ്ഞല്ലോ, ഇനി ടൈയൊക്കെ ചെയ്ത് ഇനി ടൈം ഉണ്ടെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കാം. ഓക്കെ, 1 ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഒരു ടിക്കും കൂടെ ഇടാം. അപ്പം ലാസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം എല്ലാത്തിലും ഡബിൾ ടിക്കായെന്ന്. ഡബിൾ ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കൺഫേം ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് പറയുന്നത് ഞാൻ എൻ്റെ മോഡൽ എക്സാമിന് +2 മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ ഇത്രയും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ഇങ്ങനെ റൗണ്ട് ഇട്ട് വെച്ച് എഴുതി തുടങ്ങിയായിരുന്നു. പക്ഷേ ഫൈനലി ഞാനിങ്ങനെ ചെക്ക് ചെയ്യാൻ ഉള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ വിട്ടു. എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് 4 മാർക്ക് കുറവ്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, 4 മാർക്ക് കുറയാൻ ഒരു ചാൻസും ഇല്ല, നോക്കിയാൽ അവരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, റീവാലുവേഷൻ കൊടുത്തില്ല, ഇതിന് കൊടുത്തു. പിന്നെ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റിനും കൊടുത്തു. പിന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കും എന്തിനാണ് മലയാളമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ആയിട്ടുണ്ട് കേട്ടോ, കാരണം കീമിനൊക്കെ അത് നല്ലോണം യൂസ് ആയായിരുന്നു. ഓക്കെ, ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ മാർക്ക് ആ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ റീവാലുവേഷൻ കൊടുത്തു. റീവാലുവേഷനല്ല, ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തു. പിന്നെ ആ ഫോട്ടോ കോപ്പി എടുത്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടേ ഇല്ല. അല്ലാത്തവർ നോക്കാൻ പറഞ്ഞതല്ല, ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടേ ഇല്ല. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഡബിൾ ടിക്ക് ചെയ്യുന്നതിൻ്റെ ഇത്.
പിന്നെയുള്ള എക്സാമുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് ഡബിൾ. പിന്നെ ഞാൻ ആ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയത് ഫുള്ളാക്കിയെടുത്ത് പിന്നെ ഏത് എക്സാം ആയിക്കോട്ടെ ഞാൻ ഈ ലാസ്റ്റ് ഒന്നും, അത് എനിക്ക് ഒട്ടും ടൈമില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അതൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ലാസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിലാണ് ടീച്ചേഴ്സിന് ദേഷ്യം വരാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാം, അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുവാണോ. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഈ ടൈം കഴിഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കാല് അതൊരിക്കലും ചെയ്യല്. ഇങ്ങനെ വേണമെങ്കിൽ ഇത് നോക്കുന്നത് ലാസ്റ്റ് നോക്കിയാലും കുഴപ്പമില്ല, കാരണം ടീച്ചേഴ്സ് ടൈം തരാം, ടീച്ചേഴ്സ് പറഞ്ഞാൽ മതി ടീച്ചർ എല്ലാം എഴുതിയൊന്ന് നോക്കാനാണ്. അപ്പം ഡബിൾ ടിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സാം അതായത് എക്സാമിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യം എക്സാമിന് മുമ്പേ ഞാൻ ഏതൊക്കെ ഇതെങ്ങനെയൊക്കെ എത്ര ടൈം കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യും. അതിൽ ഞാൻ എപ്പോഴും ഉറപ്പിക്കുന്ന കാര്യം അവസാനം ഒരു 5-10 മിനിറ്റ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് എക്സാം പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മറ്റേ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ, ടീച്ചർ പേപ്പർ എഴുതുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വാങ്ങിക്കുക. അതൊക്കെ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗം കേട്ടോ. അതൊക്കെ നമ്മളെ ഇപ്പം നമ്മൾ പഠിച്ചല്ലോ അതല്ലേ എഴുതി വെക്കുന്നു, ഇതൊന്നും കാര്യമില്ല. അതൊക്കെ നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക. ഇപ്പം ആ ഒരു എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാവാനൊന്നുമില്ല. ചിലപ്പോൾ ആ ടീച്ചറിന് അതൊരു സന്തോഷമായിട്ട്, ചിലപ്പം ചില ടീച്ചേഴ്സ് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്കറിഞ്ഞൂടെ നമ്മളെ ലൈഫിൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതെന്ന്. ഇപ്പം നിങ്ങൾ ആ ഒരു ടീച്ചർ പേപ്പർ തരുമ്പം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് കുറയാനായിട്ട് അവിടെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ചിലപ്പോൾ എനർജി വേണ്ടി വരുമായിരിക്കും, ഇങ്ങനെ ഒന്ന് എഴുന്നേൽക്കുക. ഒരു പ്രശ്നമില്ല, കുറച്ച് എനർജി പോയിക്കോട്ടെ. അങ്ങനെ എഴുന്നേറ്റ് ടീച്ചറിൽ നിന്ന് പേപ്പർ വാങ്ങാം. ഇപ്പം നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചിട്ടൊക്കെ പേപ്പർ തുറക്കാം. ഞാൻ അങ്ങനെ തരാം കേട്ടോ. ടീച്ചർ പേപ്പർ എന്നാൽ ഉറപ്പായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടാണ് വാങ്ങിക്കുക. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ തുറക്കുന്നതൊക്കെ അതൊക്കെ ഓരോരുത്തർ വിശ്വാസമല്ലേ. അങ്ങനെ എന്നിട്ട് പേപ്പർ അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് നമ്മൾ ആൻസർ ബുക്കിലേക്ക് കറക്റ്റ് ഫില്ല് ചെയ്ത് അതൊക്കെ ചെയ്ത് വെക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, ആദ്യം ഫുൾ ക്വസ്റ്റ്യനിലൂടെ ഇങ്ങനെ പോകും. എനിക്ക് അത്ര ഉറപ്പുള്ളത് റൗണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം ഉറപ്പുള്ളതൊക്കെ ഞാൻ ആൻസർ ചെയ്യാൻ തുടങ്ങും. ആ ടൈമിൻ്റെ ഉള്ളിൽ തീർന്നില്ലെങ്കിൽ അവിടെ സ്ഥലം വിട്ടിട്ട് അടുത്ത് എഴുതും. അങ്ങനെ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞാൽ ഒരു ടിക്ക് ഇടും. എന്നിട്ട് ഇനി ക്വസ്റ്റ്യനിൽ എനിക്ക് എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ അവിടെ പോയിട്ട് വീണ്ടും ഒരു റൗണ്ട് ഇടും. ഫൈനലി തിരിച്ചു വന്നിട്ട് ഈ ഡബിൾ റൗണ്ട് ഉള്ളതൊക്കെ ഫുൾ ഫില്ല് ചെയ്യാൻ നോക്കും. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഫൈനലി പേപ്പർ എല്ലാം എഴുതിയോന്ന് ഡബിൾ ചെക്ക് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ എക്സാം സ്ട്രാറ്റജി. ഇനി ആൻസർ ഷീറ്റ് സ്ട്രാറ്റജി അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ, അതായത് അത് കറക്റ്റ് എനിക്കിപ്പം ഈ വീഡിയോയിൽ എനിക്ക് പറയാം, പക്ഷേ അത് എത്രമാത്രം എനിക്കതൊരു കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് ആ ഒരു പേപ്പർ കാണിച്ചിട്ട് ഞാൻ, അതായത് ഇപ്പം പറയുന്നത് ഇപ്പം എല്ലാവർക്കും എളുപ്പമാണ് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയാം. അത് നമുക്ക് പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ ഞാനതെങ്ങനെ ചെയ്തു അതൊക്കെ കാണിക്കണമെങ്കിൽ കറക്റ്റ് ആ ഒരു പേപ്പർ കാണിച്ച് തന്നെ ചെയ്യണം. അപ്പം ഞാനത് ഒരു ക്രിസ്മസ്, നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് എക്സാം ആണല്ലോ വരുന്നത്. ഞാനിത് മെയിനായിട്ട് ബോർഡ് എക്സാമിൻ്റെ രീതിക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ബോർഡ് എക്സാമിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു വീഡിയോ കറക്റ്റ് ആൻസർ എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം എൻ്റെ ഒരു പ്രതീക്ഷയിൽ, അതായത് ഫൈനൽ ബോർഡ് എക്സാമിൻ്റെ പേപ്പേഴ്സ് അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്, അതിൻ്റെ ഞാൻ കോപ്പി എടുത്തിട്ടില്ല. ഞാൻ മോഡൽ എക്സാം എഴുതിയത് അങ്ങനത്തെ, അതായത് എൻ്റെ എല്ലാ പേപ്പറും ഞാൻ ഒരേ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈവൻ എൻ്റെ ക്ലാസ് ടെസ്റ്റ് പോലും ഞാനിപ്പോൾ ക്ലാസ് ടെസ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. ഏതൊരു എക്സാം ഞാൻ എക്സാം എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അത് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ചില ആളുകളുണ്ടാവും ബോർഡ് എക്സാമിന് പഠിച്ചാൽ പോരെ, ഇതൊക്കെ എന്തിനാ. പക്ഷെ ഞാൻ എൻ്റെ ഏത് കുഞ്ഞ് എക്സാം ആയിക്കോട്ടെ ഞാനതൊരു എക്സാം, പ്രോപ്പർ എക്സാം എന്നുള്ള രീതിയിൽ എടുക്കാറ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കറക്റ്റ് ഓൺ എക്സാമിൻ്റെ ടോപ്പിക്സ് കറക്റ്റ് ഫുൾ തീർക്കും. ക്രിസ്മസ് എക്സാമിന് അതിൻ്റെ ടോപ്പിക്സ് ഞാൻ തീർക്കും. അങ്ങനെ ഞാൻ തീർത്ത് വരുമ്പോൾ എനിക്ക് ഫൈനൽ എക്സാം ആകുമ്പം അത്രയും ടോപ്പിക്ക് പഠിക്കാൻ കുറവാണ്. ഇപ്പം ഓണം അല്ലെ ക്രിസ്മസ് അല്ലേന്ന് വിട്ട ഒരാൾക്ക് ഫൈനലാകുമ്പം അതത്രയും പഠിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും മാക്സിമം പഠിച്ചു വെച്ച ഒരാൾക്ക് അത്രയും ബേർഡൻ കുറയാണ് ലാസ്റ്റ് എക്സാം ആകുമ്പോൾ. അത് നിങ്ങൾ ഞാനൊരു ഇതാണ്, ഏത് എക്സാം ആയിക്കോട്ടെ എക്സാം എന്നുള്ള രീതിയിൽ എടുക്കുക. അതിപ്പം ബോർഡ് എക്സാമിന് ഒരു പ്രത്യേക ഒരു വില കൊടുക്കുക, ക്രിസ്മസിന് കുഴപ്പമില്ലാത്തൊരു വില, അങ്ങനെയല്ല. എക്സാം ആണോ എക്സാം എന്നുള്ള രീതിയിൽ, അതിപ്പോൾ ഇന്ന എക്സാം അങ്ങനെ ഒന്നുമില്ല. ഒരു മറ്റേ വലിയ എക്സാം ചെറിയ എക്സാം അങ്ങനെ ഒന്നുമില്ല. ഏതൊരു എക്സാം ആണെന്നുള്ള രീതിയിൽ എഴുതാൻ പോവുക, അതേ രീതിയിൽ പഠിക്കുക. അത് ഇപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ ഒരു എന്താ പറയുക ആ ഒരു ഇതുണ്ടാവില്ല, ആ അതേ പ്രിപ്പറേഷൻ ക്രിസ്മസിനും കൊടുക്കുക, ഓണത്തിനും കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങൾക്കൊരു എന്താ പറയുക കുറവായിട്ടല്ല കിട്ടുക, അത്രയും പോഷൻ. ഇതൊക്കെ എനിക്ക് ചെയ്ത് വന്നിട്ട് എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അത്രയും പോർഷൻ നിങ്ങൾ തീർക്കാൻ അത്രയും ബേർഡൻ കുറഞ്ഞു കിട്ടാം. അപ്പോൾ കഴിവതും ഏതൊരു എക്സാം ആയിക്കോട്ടെ അത് എക്സാം എന്നുള്ള രീതിയിൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് അത്രയും അതൊരു സുഖമായിരിക്കും. ഓക്കെ, പിന്നെ പേപ്പർ എഴുതുന്ന അപ്പം ഞാൻ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാനിപ്പം നിങ്ങൾ എൻ്റെ പേപ്പർ കണ്ടിട്ട് ഇതിന് എഴുതിയ പേപ്പറല്ലേ മറ്റേ പബ്ലിക്കിന് ഇങ്ങനെ ആയിരിക്കുമല്ലോ എഴുതിയെന്നുള്ള ഒരു ചിന്തയും വേണ്ട. ഞാൻ എല്ലാ എക്സാമും ഒരേ രീതിയിലാണ് എഴുതുന്നത്. അത് നിന്ന എക്സാം എന്നുള്ള ഒരു വേർതിരിവ് ഞാൻ കാണിക്കാറില്ല. എല്ലാ പേപ്പറും എല്ലാ എക്സാമിനും ഒരേ സ്ട്രാറ്റജിയിൽ ഒരേ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് ഞാനിനി എനിക്ക് വീട്ടിൽ പോയി നോക്കണം എല്ലാ പേപ്പറും ഉണ്ടെന്ന് അറിഞ്ഞുണ്ട്. ഏതൊരു പേപ്പർ ഞാൻ എല്ലാ പേപ്പറും എൻ്റെ കയ്യിലുള്ള ഞാൻ എല്ലാ പേപ്പറും കാണിക്കാം. അപ്പം ആ സെയിം ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ആ പേപ്പർ കണ്ടിട്ട് അയ്യോ ഇത്ര എഴുതിയാൽ കിട്ടും. ഞാൻ ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് എൻ്റെ പബ്ലിക്കിന് എഴുതിയേക്കുന്നത്. അതിൻ്റെ തെളിവാണ് അങ്ങനെ എഴുതിയാൽ കിട്ടും, ആ പോയിൻ്റ് എഴുതിയാൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ മാർക്ക്. ഇപ്പം ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. അതായത് എനിക്ക് അന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞിട്ട് ഫോട്ടോ കോപ്പി എടുത്ത്. ഇപ്പം ഞാൻ ആലോചിച്ചു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പബ്ലിക്ക് ഞാൻ അങ്ങനെ ഓക്കെ, നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് ഇതാക്കുക. അതായത് ഞാൻ ആ സെയിം ടൈപ്പാണ് പബ്ലിക്കിന് എഴുതിയേക്കുന്നത്, അതേ പോയിൻ്റ് രീതിയിൽ. ഇപ്പം ഞാൻ ബയോളജിയൊക്കെ ഞാൻ എൻ്റെ മോഡൽ എക്സാമിനൊക്കെ എങ്ങനെയാണ് എഴുതുക അതേ രീതിയിലായിരിക്കും ഞാൻ പബ്ലിക്കിന് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ ഉറപ്പ് തരാം, ഞാൻ അതേ രീതിയിലാണ് എഴുതിയത്. ഈ മാർക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ എഴുതിയിട്ട് തന്നെയാണ്, അല്ലാതെ ഞാൻ പാരഗ്രാഫ് എഴുതിയിട്ടോ എക്സ്ട്രാ പബ്ലിക്കിന് വേണ്ടി ഞാൻ എക്സ്ട്രാ കൂട്ടിയിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ എക്സാമും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ എക്സാമും ഒരേ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് എക്സാമൊക്കെ ആകുമ്പം ഞാൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് കുറച്ചുകൂടെ ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ മോഡൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ രീതിക്ക് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇത് പബ്ലിക് ആകുമ്പോൾ ഞാൻ ഉറപ്പിക്കാറുണ്ട്, നല്ലൊരു ഇൻട്രോ ഞാൻ പഠിച്ചു വെക്കാറുണ്ട്. ആ ഒരു കാര്യം എനിക്ക് മാറ്റമുണ്ട് കേട്ടോ. പബ്ലിക്കിന് ഞാൻ കറക്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് അങ്ങനെ എവിടുന്നേലൊക്കെ പ്രോപ്പർ ഇൻട്രോ പഠിച്ചിട്ട് അതായിരിക്കും ഞാൻ പബ്ലിക്കിന് എഴുതിയിട്ടുക. ബാക്കി എല്ലാം സെയിം. അങ്ങനെ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് അത് ആൻസർ ഷീറ്റ് കാണിച്ച് തന്നെ പറഞ്ഞുതരാം. പിന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ന്യൂമോണിക്സ് എങ്ങനെയൊക്കെ ചെയ്തു, ന്യൂമോണിക്സ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കെമിസ്ട്രിയുടെ ആ ഒരു റിയാക്ഷൻ്റെ ഒരു ഷീറ്റ്, ആ ഷീറ്റ് ഞാൻ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, അതായത് +2 കഴിഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഡൗൺഫോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കഥയും ഞാൻ വേറെ വീഡിയോ ആയിട്ട് പറയാം. അതായത് ഞാനിങ്ങനെ അത് ഞാൻ വേറെ വീഡിയോ ഇതിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ എക്സാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ ആഫ്റ്റർ +2 ലൈഫ് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ പറയാം കേട്ടോ. അപ്പം ആ ഒരു എക്സാമിൻ്റെ ആ ഷീറ്റ് അതൊക്കെ ഞാൻ കാണിക്കാം, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു പഠിക്കാനുള്ളതും. ഇത്ര നിങ്ങൾ മറ്റേ എനിക്ക് കറക്റ്റ് ആ ഒരു ഇത് ബാലകേരാമല അങ്ങനെ എന്തൊരു സംഭവം ഇല്ലേ, അങ്ങനെ അതായത് അത്രയും വലിയ പാടുള്ള ഒരു സംഭവമല്ല നമ്മളെ പബ്ലിക് എക്സാം. പിന്നെ കുറേ പേര് പറയുന്നൊരു കാര്യമാണ് സ്റ്റേറ്റ് സിലബസിൽ വെറുതെ എഴുതിയാലും മാർക്ക് കിട്ടും. ഒരിക്കലും അല്ല. നമ്മളൊരു പേപ്പർ ചിലപ്പോൾ ജയിപ്പിച്ച് വിടുമായിരിക്കാം, പക്ഷേ നമ്മളൊരു പേപ്പർ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടത്തുള്ളൂ. ഈ ജയിപ്പിച്ച് വിടുന്നത് ഇപ്പം എന്താ പറയുക, കുറച്ചൊക്കെ അവർ ഒരു തോപ്പിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പം ആ ഒരു മാർക്ക് ജയിപ്പിച്ച് വിടുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു നല്ല സ്കോറ് ചെയ്തൊരു കുട്ടി, അല്ലെങ്കിൽ ഇപ്പം ജയിക്കുന്നവരും ഞാൻ പറയട്ടെ എല്ലാവരും ജയിപ്പിച്ചിട്ടൊന്നും അല്ല. ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം സ്റ്റേറ്റ് സിലബസിൽ വരുന്നത്. ഞാൻ സ്റ്റേറ്റ് സിലബസ് എൻ്റെ 3rd തൊട്ട് എൻ്റെ 12th വരെ ഞാൻ സ്റ്റേറ്റ് തന്നെയായിരുന്നു. അത് ആലോചിക്കണം. ഒരു CBSE പഠിച്ചൊരു കുട്ടിയാണ്. എനിക്ക് സ്റ്റേറ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ് CBSEയിലോട്ട് മാറാം. കാരണം ഒരിക്കലും CBSE എനിക്ക് കൂടുതലും പഠിത്തം ആ ഒരു ഇത് മാത്രമായിരുന്നു. നമ്മളെ സീനിയേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ കലോത്സവങ്ങൾ, ക്വിസ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാം. പക്ഷേ സ്റ്റേറ്റിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് പഠിത്തം അല്ലാതെ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലറിലോട്ട് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് വന്നതിന് ശേഷമാണ്. സ്റ്റേറ്റിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡ് 4th ഞാൻ കുറേ ക്വിസുകൾക്ക് പോയി, കലോത്സവം പോയി. ഒരു കുട്ടിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പഠിത്തം മാത്രമല്ല, പഠിക്കണം, നമ്മൾ മാർക്ക് വാങ്ങണം. കാരണം നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫ് ആകുമ്പോൾ നമ്മളുടെ മെയിൻ ഫോക്കസ് അതായിരിക്കണം, പഠിത്തം, മാർക്ക് വാങ്ങണം. പക്ഷെ അതും പറഞ്ഞിട്ട് ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും CBSEയിൽ ഇത് മാത്രമെന്നും ഞാൻ പറയണില്ല. ഞാൻ 3rd പഠിച്ചപ്പോൾ എൻ്റെ സൂപ്പർ സീനിയേഴ്സിനൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ആ ഒരു ചെറിയ കുട്ടി സ്റ്റേറ്റിലോട്ട് മാറിയപ്പം അതിന് കുറേ
വാതിലുകളിങ്ങനെ തുറന്നിലേക്ക് ക്വിസിന് കൊണ്ടുപോകുന്നു, പ്രൈസ് കുറേ വരുന്നു, കലോത്സവം അത് ഇത്. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഇവിടെ എനിക്ക് ഇതിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഫുൾ 12th വരെ ഞാൻ എൻ്റെ സ്റ്റേറ്റിൽ പഠിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ കുറേ പേര് ചിലവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവാം, CBSE പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇതിലെത്താൻ പറ്റൂ, അവർ മാത്രമാണ് ഭയങ്കര ഇത്. അങ്ങനെയില്ല. കാരണം നിങ്ങളൊരു കോളേജ് ലൈഫിൽ കയറിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് CBSE അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഇതാ. ഇനി നിങ്ങൾക്ക് കോളേജ് എത്തിക്കഴിഞ്ഞാൽ കാണാം സ്റ്റേറ്റിലെ കുട്ടികൾ നല്ല സ്കോർ വാങ്ങുന്നത്. അതെന്താ, അപ്പോൾ അവർ വെറുതെ മാർക്കിട്ട് ജയിച്ചു വന്നതല്ലേ? ഈ ഇത്രയും നല്ല മാർക്കിട്ട് CBSE കുട്ടികൾ എന്താ അവരെക്കാട്ടും ഇത് മാർക്ക് വാങ്ങാത്ത? അതൊക്കെ അത് നിങ്ങൾ ഒരു കോളേജ് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ ഇന്നതി പഠിച്ചത് അതൊന്നും ഒരു കാര്യമല്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് CBSE പഠിച്ചത്. ഇപ്പം ഞാൻ സ്റ്റേറ്റിൽ പഠിച്ചത് ഞങ്ങളൊക്കെ ഒരേ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളാണ്. അതിനർത്ഥം ഒരിക്കലും നമ്മൾ ഇന്ന ഇതിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിത്തം മോശമാണെന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തന്നാൽ അത് പ്രോപ്പറായിട്ട് പഠിക്കാൻ നമുക്കറിയോ, അതാണ് നമ്മളെ വിജയം. അല്ലാതെ നമ്മൾ സ്റ്റേറ്റിൽ പഠിച്ചതുകൊണ്ടോ CBSE പഠിച്ചതുകൊണ്ടോ നമുക്ക് എക്സ്ട്രാ ഒരു ഇത് കിട്ടും എന്നൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ ഡ്രോബാക്ക് ഉണ്ട്. കാരണം സ്റ്റേറ്റിൽ ഇപ്പം ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് അങ്ങനത്തെ ഒന്നും സ്റ്റേറ്റിലൊരു പ്രോപ്പർ വേ ഇല്ല. അത് കറക്റ്റ്, അത് ഞാൻ തുറന്ന് പറയാണ്. പക്ഷേ അവിടെയും ഇപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കി. ഇപ്പം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ മാർക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല. കുറേ ഇപ്പോൾ പുറത്ത് രാജ്യക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ആൻസർ സ്ട്രാറ്റജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആളുകൾ എങ്ങനെയാണ് ഒരു ആൻസറൊക്കെ ഇതാക്കുന്നത്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു എക്സാമിന് നിങ്ങൾ എങ്ങനെ ആൻസർ ഇതാക്കുന്നു അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ സ്റ്റേറ്റിൽ CBSE പഠിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഴിവ് കിട്ടത്തില്ല. സ്റ്റേറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഈ കഴിവ് കിട്ടാതെ പോകത്തില്ല. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട്, നമ്മൾ സ്റ്റുഡൻറ്റാണ്, നമുക്ക് ഇത്രയും വൈഡായിട്ട് യൂട്യൂബ് ഉണ്ട്. ഒരു ഇത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതില്ലാന്ന് അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. കാരണം എനിക്ക് എൻ്റെ എൻജിനീയറിങ് ടൈമിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ സ്റ്റേറ്റ് പഠിച്ചുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന ഇതിൽ പഠിച്ചത് നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ വേയിൽ ഇതാക്കുക. ഇപ്പം ഒരിക്കലും ഇന്ന ഇതിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ വലിയ ഇതാവുന്നോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ എൻജിനീയറിങ് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ CBSE പഠിച്ചവർ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ സ്റ്റേറ്റ് പഠിച്ചത് 2 പേർക്കും ഒരേ മാർക്ക് തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം എന്തോ ഇന്ന ഇത് പഠിച്ചെന്ന് പറഞ്ഞിട്ടല്ല കാര്യം. നമ്മളെങ്ങനെ പഠിക്കുന്നു, നമുക്ക് അതായത് ഒരു കോളേജ് ലൈഫ് എത്തുമ്പോൾ ഇത്രയും സ്കൂളിൽ ഒരിക്കലും നമ്മൾ കോളേജിൽ പോയി പറഞ്ഞാൽ ഞാനിനി പെർഫെക്റ്റ് ആവും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ ലൈഫിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇത്. ആ ഒരു ഇതാണ് നമ്മൾ എൻജിനീയറിങ്ങിലോട്ടും കൊണ്ടുപോകുന്നത്. അപ്പം ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ എവിടെ പഠിക്കുന്നതെന്നല്ല. പിന്നെ കുറച്ച് ആളുകളുണ്ട് ടീച്ചേഴ്സ് ഇത്രേ പഠിപ്പിച്ചോളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഇരിക്കരുത്. നമുക്ക് സ്വന്തമായി പഠിക്കാൻ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ ടീച്ചർ ഇത്രേ പഠിപ്പിച്ചോളൂ അതുകൊണ്ട് ഞാൻ അത്രേ പഠിക്കുന്നുള്ളൂ അങ്ങനത്തെ രീതിയിൽ ഇരിക്കരുത്. നമുക്ക് കിട്ടുന്ന മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കാം. പിന്നെ ഇപ്പം ട്യൂഷന് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും ട്യൂഷന് പോകാൻ പറ്റാത്ത. അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ട്യൂഷന് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ടോപ്പ് മാർക്കും, ഇപ്പം ഒരാൾ ട്യൂഷന് പോയില്ല എന്ന് വിചാരിച്ചിട്ട് ടോപ്പ് മാർക്ക് വരാതിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. നമ്മളെങ്ങനെയാണോ പഠിക്കുന്നത് ആ ഔട്ട്കമാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ കാര്യത്തിൽ ഞാൻ ട്യൂഷന് പോയിട്ടില്ല. ഈ ഫ്രീ ആയിട്ടുള്ള, ഞാൻ ഒരു പെയ്ഡും അല്ല, ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകളും എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഈ ഒരു മാർക്ക് ഞാൻ സ്കോർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ സത്യം പറയട്ടെ നിങ്ങൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നതാണ് നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറയുന്നതിന്. അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ളവരെ ഇതിലോട്ട് ബ്ലെയിം കൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് സെൽഫായിട്ട് എന്താ പറയുക എക്സ്ക്യൂസ് കണ്ടെത്തി ഒഴിഞ്ഞു മാറുകയാണ് അത് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ട്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും മാർക്ക് എവിടെയും പോത്തുന്നില്ല. അതൊക്കെ നമുക്ക് സ്വന്തം ഇത്രയും ഈ ട്യൂഷന് പഠിപ്പിക്കുന്ന സെയിം തന്നെയല്ലേ. ഇപ്പോൾ സൈലത്തിലൊക്കെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒരിക്കലും നമുക്ക് റിസോഴ്സ് ഇല്ല എന്നല്ല, നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. ആദ്യം മാറ്റി വെക്കേണ്ട കാര്യം എനിക്കിതില്ല അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, വേറെ വഴികൾ നോക്കാം. വേറെ ഏതൊക്കെ രീതിക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുമോ നോക്കാം, ആ വഴികൾ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ
ഇതൊരിക്കലും പ്രൊമോഷൻ അല്ല. ഞാൻ ജെന്യുവനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സൈലത്തിൻ്റെ ലാസ്റ്റ് മാരത്തോൺ ഉണ്ടാവില്ലേ, ഞാനത് കാണുമായിരുന്നു. സത്യസന്ധമായിട്ട് ഞാൻ തുറന്നു പറയാം, ഞാൻ മാരത്തോൺ കാണുമായിരുന്നു. എൻ്റെ ഒരു മാത്സിൻ്റെ കേസിൽ മാരത്തോണിന് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് പറ്റി, അതിന് ഇതുണ്ടായിരുന്നു, തെറ്റുണ്ടായിരുന്നു. ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റുണ്ടായിരുന്നു, പക്ഷേ മാരത്തോണിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ കുറേ ഫണ്ണി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറയാം, ഞാൻ മാരത്തോൺ കറക്റ്റ് കാണുമായിരുന്നു. പക്ഷേ അതിലെനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എൻ്റെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇരുന്നിട്ടാണ് ഈ മാരത്തോൺ കാണുന്നത്. കുറേ ആളുകളുണ്ട് പരീക്ഷയുടെ തലേന്ന് വന്ന് ഈ മാരത്തോൺ മാത്രം കണ്ടിട്ട് പോകുന്ന ആളുകൾ. അങ്ങനെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്ര മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി കൺസെപ്റ്റ് അറിഞ്ഞിട്ട് എല്ലാ കൺസെപ്റ്റും അത്യാവശ്യം അറിയുന്ന ഒരാൾ ലാസ്റ്റ് പോയി മാരത്തോൺ കണ്ട, സത്യം പറയട്ടെ, നല്ല കാര്യം അത്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരിക്കലും ആ ഒരു കുഞ്ഞു സമയം കൊണ്ട് നമുക്ക് അത്രയും ടോപ്പിക്ക് കവർ ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് ആദ്യം പഠിച്ച് വെക്കാം, എന്നിട്ട് ഈ മാരത്തോൺ കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷനും ആവും. അത് നല്ലൊരിതാണ്. ഞാൻ എൻ്റെ കേസ് മാത്രമേ പറയുന്നത്. ഒരു പ്രൊമോഷൻ ഒരിക്കലല്ല. ബാക്കി യൂട്യൂബ് ചാനലുകൾ മോശമെന്നും അല്ല പറയുന്നത്. ഞാൻ എൻ്റെ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ കണ്ടത് സൈലായിരുന്നു, അതിൻ്റെ മാരത്തോൺ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഗുണം ചെയ്ത്, അതൊരിക്കലും മാരത്തോൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാരത്തോൺ മാത്രം കണ്ടിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി ആദ്യം പഠിച്ചിട്ട് ഒരു റിവിഷൻ പോലെയായിരുന്നു മാരത്തോൺ വെച്ചിരുന്നത്. നിങ്ങൾ ഇപ്പം സൈലമായിക്കോട്ടെ, പിന്നെ ഏതൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ, കാരണം എനിക്ക് ആ ഓർമ്മയുള്ളത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പേരിങ്ങനെ പറയണേ. ബാക്കി എത്രയോ ചാനലുകൾ നല്ല നല്ല ക്ലാസ്സുകൾ, മറ്റേ അലൻ സാറിൻ്റെ എല്ലാവരും നല്ല ക്ലാസ്സുകളാണ്. അങ്ങനത്തെ ഏത് മാരത്തോൺ ഇത് തന്നെ, ഞാനിപ്പോൾ ഇത് കണ്ടെന്നാണ് നിങ്ങൾ അത് തന്നെ കാണണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഏതൊരു ഇതിൻ്റെ മാരത്തോൺ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി ആദ്യം പഠിച്ചിരിക്കണം. ഒരു റിവിഷൻ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ മാരത്തോൺ എടുത്താൽ മാത്രമേ നല്ലൊരു സ്കോർ, ഞാൻ ജയിക്കുന്ന കാര്യമല്ല പറയുന്നത്, നല്ലൊരു സ്കോറാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മാരത്തോൺ മാത്രം കണ്ടുപോകല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ട് വേണം ഈ മാരത്തോണിൽ ഇരിക്കാൻ. പിന്നെ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും, എന്തിനാ ഈ മാർക്കൊക്കെ, ജയിച്ചാൽ മാത്രം പോരെ. അത് നിങ്ങൾ ഒരു കീം എന്ന എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതുവാണെങ്കിൽ, ഇപ്പം നീറ്റ് ആണ് എഴുതുന്നത്, ഞാൻ പറയട്ടെ, എൻട്രൻസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ലേ. നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് എന്താ, നമ്മൾ പഠിക്കുന്നത് അത് പഠിക്കുക, അത് നമ്മൾ മനസ്സിലായത് എഴുതുക. സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പഠിത്തമാണല്ലോ മെയിൻ. അപ്പോൾ ആ മെയിനായിട്ടുള്ള കാര്യം നമ്മളൊരു ഫോക്കസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല. പിന്നെ ഇത് ഞാൻ റീസൺ പറഞ്ഞത് കാരണം, ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ മാർക്ക് വാങ്ങുക, അങ്ങനെയല്ല, അതുകൊണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു മാർക്കിൻ്റെ ഗുണമാണ് ഞാൻ പറയുന്നത് കീം എക്സാമിൻ്റെ കേസിൽ നമ്മളുടെ +2 മാർക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ കഴിവതും നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ച് വെച്ചാൽ നിങ്ങളെ റാങ്ക് അത്രയും കൂടും. ഇങ്ങനെ ഞാൻ പറയട്ടെ, എൻജിനീയറിങ്ങിൻ്റെ കേസ്, ഇപ്പം ഞാൻ കീം എഴുതുന്ന എഞ്ചിനീയറിങ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ കോളേജിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ മാർക്ക് കാരണമായിരിക്കും നിങ്ങളുടെ റാങ്ക് കൂടുന്നത്. അപ്പം അത്രയും ചിലപ്പോൾ നല്ല കോളേജിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിനൊരു വിലയുണ്ട്. ഇപ്പോൾ എൻട്രൻസ് കീം ഏകദേശം എത്രയോ റാങ്ക് വരെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത കോളേജാണെങ്കിൽ ജസ്റ്റ് 4 ഇയർ നിങ്ങൾ ബിടെക് കഴിഞ്ഞിറങ്ങുന്നു എന്നൊരു ഗുണം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, +2 നല്ല മാർക്ക് വാങ്ങിച്ചു വെച്ചാൽ, ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ, ഇനി കീമിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ വന്നല്ലോ, കീമിൽ മാർക്ക് ഇതാക്കരുതെന്നൊക്കെ, അതൊക്കെ ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞത് എൻ്റെ ഇതിലുള്ള അത്രയും നമ്മൾ മാർക്ക് സ്കോർ ചെയ്ത് വെച്ച് നമുക്ക് അത്രയും നല്ലതാണ്. അത് ശരിക്കും നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഈ മാർക്ക്. പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മളുടെ ഫോക്കസ്. മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർഷം നമ്മൾ അത്രയും പഠിച്ചു, അതിനൊരു തെളിവാണ് മാർക്ക്. അതിപ്പോൾ നമ്മൾ ആര് വന്നാലും നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ അപ്പം നിങ്ങൾ മാർക്ക് ഫോക്കസ് ചെയ്യുക. പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ എൻട്രൻസ് എഴുതുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് മാർക്ക്, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു അച്ചീവ്മെൻ്റ് ആണ് ആ ഒരു മാർക്ക്, അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇത് എല്ലാവർക്കും ആദ്യം ഒരു ഇത് വേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു ചിന്ത വേണം. ഇപ്പോൾ ഒട്ടും അറിയാത്ത ഒരാൾക്കും ഇപ്പം ഡിസംബർ അല്ലേ ആയുള്ളൂ, ഇനിയുണ്ടല്ലോ മാർച്ച് വരെ ടൈം, അത്ര മതി. അത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി ടോപ്പിക് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കാൻ പോയാൽ അത് എഫക്റ്റീവായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ അതായത് ഏകദേശം ഒന്ന് ഇതായി കഴിഞ്ഞാൽ PYക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് പിന്നെ
ആ ചാപ്റ്റർ ഒന്നുകൂടെ പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് മൂവ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ മൂവ് ചെയ്ത്, ഞാൻ പറയട്ടെ, അത്ര പാടുള്ളൊരു കേസേ അല്ല പബ്ലിക് എക്സാം. ചിലപ്പം നിങ്ങൾ പാടെന്നുള്ള ടെൻഷൻ കാരണമായിരിക്കും നിങ്ങൾക്ക് അതത്രയും പാടായി തോന്നുന്നത്. പക്ഷെ ഒരിക്കലല്ല, കൂളായിട്ട് എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ്. പിന്നെ കറക്റ്റ് പോയിൻറ്റുകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടുന്ന ഇതാണ്. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ മാർക്ക് നമുക്ക് ഒട്ടും അറിയാത്ത ഇതാണെങ്കിൽ നിങ്ങൾ കുറേ ഇത് കാണാതെ പഠിക്കുക, അല്ലാത്തവർ ഇൻട്രോ കറക്റ്റ് പഠിക്കുക, ബാക്കി നിങ്ങൾ ലൈവ് വേർഡ്സിൽ എഴുതുക. അങ്ങനെ ഈസി സ്കോർ. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പം എൻ്റെ പബ്ലിക് എക്സാം കഴിഞ്ഞു. ഇപ്പം എന്താ പറയുക, 2023 ഞാൻ പാസ് ഔട്ട്. അപ്പം അത്രയും വർഷം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എളുപ്പമാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ. പക്ഷേ അതും പറഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ പോയാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. കറക്റ്റ് പോയിൻറ്റുകൾ പഠിക്കുക, കറക്റ്റ് നല്ല രീതിയിൽ ഇത് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക. ഇത്രയൊക്കെ തന്നെ ഇതാക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. ഇപ്പം ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സ്കോർ കിട്ടട്ടെ എന്ന് ഞാൻ എന്താ പറയുക പ്രാർത്ഥിക്കുന്നു. കിട്ടുമടാ. അതായത് അത്ര നമ്മൾ ഈ എന്താ പറയുക കിട്ടൂല അങ്ങനെ നമ്മൾ വിചാരിക്കുന്നവരെ കിട്ടും. നമ്മളൊന്ന് നമ്മളെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ.